അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. അപ്പോസ്തലപ്രവൃത്തി 26-19 വാക്യം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ജീവവചനത്തിൻ്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഓട്ടം നിർത്തരുത് എന്ന ഒരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം സംബന്ധിച്ചും എരിവോടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിൻ്റെ വെളിച്ചത്തിലും രാജസദസ്സിൽ വിസ്താരത്തിലായ പൗലോസ് അപ്പോസ്തലൻ രാജാവിൻ്റെ സമക്ഷം ധീരമായി വിളിച്ചു പറഞ്ഞ സാക്ഷിമൊഴികളാണ് ഞാൻ അനുസരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു സ്വർഗീയ ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, രാജാവിനോട് പറഞ്ഞത്, ഞാൻ അനുസരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു സ്വർഗീയ ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ്. സർവകൃപാലുമായ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ജാതികളുടെ അപ്പോസ്തലനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ അവന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മാനസാന്തരത്തിന് തക്ക പ്രവൃത്തികൾ ചെയ്യുകയും ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും സകല ജാതികളോടും ദൈവത്തെങ്കിലേക്ക് തിരിയുവീൻ എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതിനെന്നെ നിയമിച്ചിരിക്കുന്നു. എനിക്ക് നിയമനം ലഭിച്ച ആ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ അപ്പോസ്തലൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അത് ജഡം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന ശക്തമായ ഒരു സാക്ഷ്യമാണ് അപ്പോസ്തലൻ പൗലോസ് പ്രഖ്യാപിച്ചത്. തൻ്റെ ഉത്തരവാദിത്വം എന്തെന്നും തൻ്റെ ഓട്ടം എങ്ങനെ എന്നതിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യമാണ്, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു.
പ്രിയരെ, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിലെ ഓട്ടക്കാരൻ്റെ ഓട്ടത്തോട് താരതമ്യപ്പെടുത്തി കാണിക്കുകയാണ്. തുടക്കത്തിൽ അനേകർ നിരന്നു നിന്ന് ഓട്ടക്കളത്തിൽ ഓടത്തക്ക നിലയിൽ വിശാലമായ ഒരു മൈതാനത്തിൽ നിന്നായിരിക്കും അവർ ഓടിത്തുടങ്ങുന്നത്. ഓടി മുന്നേറി തുടങ്ങുമ്പോൾ വിശാലമായ പാത കുറഞ്ഞു വന്ന് ഏതാനും ചിലർക്ക് മാത്രം ഓടത്തക്ക പാതയിലേക്ക് വന്നു ചേരുന്നു. ഇതുവരെയുള്ള ഓട്ടത്തിൽ കൂടെ ഓടിത്തുടങ്ങിയവർ പലർ ഇതിനിടയ്ക്ക് കൊഴിഞ്ഞുപോയി. ചിലർ ഓട്ടം നിർത്തി, ചിലർ വീണുപോയി. എന്നാൽ ഓട്ടം തുടരുന്നവൻ ഓടി ഇടുക്കമുള്ള പാതയിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും കൂടെ ഓടിയവർ കുറയുകയാണ്. കൂടെ ഓടുന്നവരുടെ എണ്ണം കുറയുകയാണ്. എന്നാൽ ദർശനമുള്ളവൻ ആരൊക്കെ കുറഞ്ഞാലും, ആരൊക്കെ വീണാലും, ആരൊക്കെ ഓട്ടം നിർത്തിയാലും അവൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുന്നു. ഓടുന്ന പാത വളരെ ഞെരുക്കവും ഇടുക്കവും ഉള്ളത്. ഞാൻ തനിച്ചായിരിക്കുന്നു. ക്ഷീണവും മടുപ്പും തോന്നിത്തുടങ്ങുന്ന നിരാശ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഈ ഓട്ടത്തിൽ ഉണ്ടാകും. പരിഹസിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ചിന്തകൾ, വശീകരിക്കുന്ന പ്രലോഭനങ്ങളുമൊക്കെയായി എതിരാളിയായി പിശാച് ഈ ഓട്ടത്തിൻ്റെ നടുവിൽ ഓടിക്കൊണ്ടിരിക്കുന്നവൻ്റെ പുറകെ അവനെ സമീപിക്കുമ്പോൾ, ഓട്ടം നിർത്തി അല്പം വിശ്രമിക്കുവാൻ ശത്രു വശീകരിക്കുമ്പോൾ, അടുത്തൊരു തലം വരുമ്പോൾ അതിനുവേണ്ടി അവൻ ആജ്ഞാപിക്കുമ്പോൾ, ഇനിയും നിനക്ക് ഓടാൻ കഴിയില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ, ഒറ്റയ്ക്ക് ഇടുക്കമുള്ള പാതയിൽ കൂടി ഓട്ടം പൂർത്തീകരിച്ച ഒരുവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഒറ്റയ്ക്ക് ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിൽ കൂടി ഓട്ടം പൂർത്തീകരിച്ച പൗലോസിന്റെ ധീരമായ സാക്ഷ്യത്തിന്റെ പ്രസ്താവന ഓർക്കുക. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എന്നെ ആരാ വിളിച്ചതെന്ന് എനിക്കറിയാം, എന്നെ ഏൽപ്പിച്ചതെന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ഓട്ടം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങോട്ടാണ് ഓടിയെത്തുന്നത് എനിക്കറിയാം. ആ ഓട്ടത്തിന് എനിക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങൾ, നിയമങ്ങൾ ഒന്നും ഞാൻ അനുസരിക്കാതിരിക്കില്ല എന്നുള്ള ശക്തമായ ഒരു സാക്ഷ്യമാണ് അപ്പോസ്തലൻ പ്രസ്താവിച്ചത്. ആരൊക്കെ എതിർത്താലും, എത്രത്തോളം നിരാശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാലും ഞാൻ എൻ്റെ ഓട്ടം നിർത്തുകയില്ല. എനിക്കുള്ള ദർശനത്തിന് ഞാൻ എതിരായി ഒരിക്കലും നിൽക്കുകയില്ല. എൻ്റെ ഓട്ടം, എൻ്റെ പോരാട്ടം ഞാൻ ജഡം കൊണ്ട് അവസാനിപ്പിക്കുകയില്ല. വിജയലക്ഷ്യം എൻ്റെ മുൻപിലുണ്ട്. എനിക്കൊരു വിജയ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ക്രിസ്തുവിൽ ഞാൻ ആരംഭിച്ചിട്ട് ഏതൊരു കാരണം കൊണ്ടും ജഡത്തിനായി ഞാൻ ചിന്തിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാകണം പ്രിയരെ നമ്മുടെ ക്രിസ്തീയ ആരാധനയും ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഓട്ടവും ഒക്കെ. നമ്മുടെ പ്രതിയോഗിയായ പിശാചിന്റെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക, നമ്മുടെ ഓട്ടത്തെ തടയുക എന്നത് മാത്രമാണ്. നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പിന്തിരിയുക, നമ്മുടെ ശുശ്രൂഷ നമ്മൾ നിർത്തുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും, ആരെയും ഉപയോഗിക്കും. എന്നാൽ ദർശനത്തിന് കണ്ണ് തുറന്നിരിക്കുന്നവനെ പിശാചിന് തകർക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കുക, അവനെ നോക്കിക്കൊണ്ട് ഓട്ടം തുടരുക. പ്രിയരെ, നമുക്കും നമ്മുടെ ധീരമായ സാക്ഷ്യം വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല എന്നുള്ളത്. നമ്മുടെ മുൻപിൽ കർത്താവ് വെച്ച ഒരു വിജയലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഓട്ടം നിർത്തരുത്, പുറകോട്ട് നോക്കരുത്. ഓടി ജയിച്ചവൻ നമുക്ക് മുൻപിലുണ്ട്. ആരൊക്കെ കൂടെ ഇല്ല എന്നുള്ളത് നമ്മുടെ ഓട്ടത്തിന് വേഗത കുറപ്പിക്കുന്ന, ഓട്ടത്തിന് ലക്ഷ്യം തെറ്റിക്കുന്ന കാഴ്ചയും അറിവുമാകാതെ
ഞാൻ ഈ ഓട്ടത്തിൽ തനിച്ചാണ്, യേശുവല്ലാതെ എനിക്ക് ആരും കൂട്ടില്ല എന്ന ബോധ്യത്തോട് തന്നെ ഓട്ടം തുടരുക. അതിന് സർവശക്തന്റെ കൃപ ഏവരുടെ മേലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം. വചനം കേട്ട് സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ നിറയ്ക്കണമേ. ഇന്നിൻ്റെ കർത്താവെ ഓട്ടം അവർ അനുഗ്രഹമായി ചെയ്ത് പൂർത്തീകരിപ്പാൻ എല്ലാ ആളുകളിലും സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഓടിക്കൊണ്ടിരിക്കാൻ, ജഡം കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഇടയാകാതെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ആത്മാവ് കൊണ്ട് തന്നെ ചെയ്ത് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കും. ഞങ്ങളെല്ലാവരെയും കൃപയാൽ നിറയ്ക്കണം. ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു മാനിക്കും. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കൂടപ്പിറപ്പുകളെ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ.